ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കബോർഡ് ക്ലീനിങ് ആണ് കേട്ടോ. കബോർഡ് ആകെ എന്താ വെച്ചാൽ വാരി വലിച്ച് ഇട്ട മാതിരി ഒരു അറേഞ്ച് ഇല്ലാണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് റീഅറേഞ്ച് ചെയ്ത് വെക്കാം എന്ന് കരുതി. കാരണം നമ്മൾ ഡെയിലി എന്താ വെച്ചാൽ കബോർഡിൻ്റെ ഉള്ളോ കാര്യങ്ങളോ നമ്മൾ തുടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഡെയിലി ഇപ്പോൾ നമുക്ക് കബോർഡ് തുടക്കാൻ തന്നെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യവുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഓർഡർ തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാത്രം എടുക്കുമ്പം ആകെ എല്ലാം മുഴുവനായിട്ടും തന്നെ നമ്മളെ കയ്യിൽ വീഴുന്ന അവസ്ഥ ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. പിന്നെ റമളാനൊക്കെ അല്ലേ വരുന്നത്. അപ്പം റമളാനിലേക്ക് ഇനി റജബ് ഷഅബാന് 2 മാസം കൂടി കഴിഞ്ഞാൽ റമളാൻ എത്തി. അതിന് മുമ്പും വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ കുട്ടികളുള്ളവർക്ക് അത് പ്രാക്ടിക്കലല്ല പെട്ടെന്ന് ക്ലീൻ ചെയ്യുക എന്നത്. അപ്പോൾ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് സ്ലോലി ആയിട്ട് തന്നെ തുടങ്ങാമെന്ന് കരുതി. കാരണം നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും നമുക്ക് കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ കിട്ടുന്ന സമയം കൊണ്ട് അത് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഞാൻ ഷെൽഫിൻ്റെ ഉള്ളിലുള്ള എല്ലാ പാത്രങ്ങളും ഒന്ന് പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. കാണുന്നില്ലേ, എല്ലാം ഓർഡർ തെറ്റി അങ്ങിങ്ങ് കൂട്ടി വെച്ച മാതിരി കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. മുകളിലത്തെ കബോർഡിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങളല്ല, നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഗസ്റ്റ് അങ്ങനെ വരുമ്പോൾ എടുക്കുന്ന പാത്രങ്ങളും പിന്നെ അങ്ങനെ ഡെയിലി ഉപയോഗിക്കാത്ത കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് പാത്രങ്ങൾ. അപ്പോൾ അതെല്ലാം ഞാൻ മുകളിൽ വെക്കലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ താഴത്തെ നിലയിലാണ് കബോർഡിലാണ് നമ്മൾ ഈ വീട്ടിലെ മൊത്തം പാത്രങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ താഴത്തെ കബോർഡ് വൃത്തിയാക്കുന്നതാണ് കേട്ടോ കൂടുതലും കുറച്ച് പണിയുള്ളത്. മുകളിലത്തേൽ അത്ര കാര്യമായിട്ടുള്ള എന്താ പറയൽ പൊടിയോ കാര്യങ്ങളോ കാണുന്നില്ല. മുകളിലത്തെ കബോർഡിൽ അറേഞ്ച് അല്ലാണ്ട് വെച്ചത് കൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ച മാതിരി ഉണ്ടായിന്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് വേണ്ടതും പെട്ടെന്ന് എടുക്കുന്നതും എടുക്കാത്തെല്ലാം ഒന്ന് തരം തിരിച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് കേക്ക് ഉണ്ടാക്കലുണ്ടായിന്, ഇപ്പം ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം ഞാനൊരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഒരു കട്ടിങ്ങിൻ്റെ ഒരു സെറ്റിങ് തന്നെ ഉണ്ട്. അത് ഉപ്പ വരുമ്പോൾ നമുക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഗൾഫിൽ നിന്ന്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് നല്ല രീതിക്ക് തുടച്ചിട്ട് വേറൊരു ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. കാരണം ഇതൊന്നും ഡെയിലി എടുക്കാത്തതാണ്. അപ്പം താഴത്തുനിന്നും കൂടി ഇന്ന് വൃത്തിയാക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇത് തുടങ്ങിയപ്പോഴും പോരാന്ന് മനസ്സിലായത്. കാരണം കാര്യമായിട്ടുള്ള പൊടിയില്ലെങ്കിലും പാത്രങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ മോനെ ഉറക്കിയിട്ടാണ് കേട്ടോ ഇത് തുടങ്ങിയത് തന്നെ. കുറച്ച് കഴിയുമ്പോൾ പകുതിയാകുമ്പോൾ തന്നെ മോന് പിന്നെ എഴുന്നേറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ താഴത്തത് ഇന്ന് ചെയ്യാണ്ട് പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാർട്ട് ആയിട്ട് ഞാൻ ഈ ഒരു കബോർഡ് ക്ലീനിങ്ങിൻ്റെ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ എപ്പോഴും നമ്മളെ വീട് വൃത്തിയായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഏത് വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വീട് വൃത്തിയായിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ കുറ്റം പറയലും അഥവാ വീട് വൃത്തിയാക്കി ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റും എല്ലാം കിട്ടൽ വീട്ടമ്മയ്ക്കാണ്. ഒരു വീട് എന്ന് വെച്ചാൽ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കൽ അതൊരു വീടിൻ്റെ ഒരു ബർക്കത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ കബോർഡെല്ലാം വൃത്തിയാക്കട്ടെ. കാരണം നമ്മൾ റമദാനും കൂടിയല്ലേ വരുന്നത്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കണം. അപ്പോൾ അതെല്ലാം വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ കബോർഡ് വൃത്തിയാക്കാമെന്ന് കരുതിയത്. കാരണം അത് നമ്മൾ ഡെയിലി എടുക്കുന്ന സാധനങ്ങളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതെപ്പോഴും വൃത്തിയാക്കിയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ താഴത്തെ നിലയിൽ കുറേ കൂറൻ്റെ ശല്യങ്ങളുണ്ട്. മുകളിലത്തേൽ അങ്ങനെ കാണുന്നില്ല. കാരണം താഴെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രം വെക്കുന്നില്ല. പാത്രം കഴുകി ഉണക്കി വെച്ചാലും കൂറൻ്റെ ശല്യം നല്ലോണം ഉണ്ട്. അപ്പം മുകളിലത്തെ നിലയിൽ ഇപ്പം കാണുന്നില്ല. മുകളിൽ കബോർഡിൽ അത്ര പൊടിയോ കാര്യങ്ങളോ കാണുന്നില്ല. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ബോക്സിൽ അറേഞ്ച് ആയിട്ട് വെക്കട്ടെ. അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത കുറേ എന്തെങ്കിലും കയ്യിലെല്ലാം ഉണ്ടാവില്ലേ. അപ്പം അതിലിങ്ങനെ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ മാത്രം എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എടുക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞാനൊന്ന് തുടച്ച് വെക്കുന്നുണ്ട്. ഡെയിലി കിച്ചൺ ക്ലീനാക്കും എങ്കിലും കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം ഡെയിലി ക്ലീനാക്കിയെങ്കിലും കബോർഡ് ക്ലീനാക്കാൻ ഡെയിലി നമ്മളെക്കൊണ്ട് പറ്റില്ല. കാരണം ഇത്രയും ഒരു വീടിൻ്റെ മൊത്തം പാത്രങ്ങളും ഉള്ളിലുള്ളത് പിന്നെ കബോർഡിൻ്റെ ഉള്ളിലാണല്ലേ. അതുകൊണ്ട് തന്നെ പിന്നെ
എപ്പോഴും ഡെയിലി കബോർഡ് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ക്ലീൻ ആക്കിയാൽ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇപ്പം ഞാൻ കുറച്ച് നാളായി ഇത് കബോർഡെല്ലാം ഒന്ന് റീഅറേഞ്ചിട്ട് ചെയ്ത് വെച്ചിട്ട്. കാരണം കുട്ടികളുണ്ട്, അപ്പം നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അവർ ഉറങ്ങിയാൽ മാത്രമേ നമുക്കിതെല്ലാം ഒന്ന് ചെയ്ത് തീർക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ കബോർഡിൻ്റെ പാത്രമെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയ ശേഷം പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ വെക്കൽ. എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാത്രം കഴുകുന്ന ലിക്വിഡും വിനാഗിരിയും പിന്നെ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനൊരു പിന്നെ ലിക്വിഡ് ഉണ്ടാക്കിയത്. ഞാനൊന്ന് തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂറശല്യ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കബോർഡിൻ്റെ ഉള്ളും കാര്യങ്ങളെല്ലാം തുടക്കുന്നുണ്ട്. മുകളിലത്തെ നില ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി ഉപയോഗിക്കാതെ നമ്മൾ വെള്ളവും കാര്യങ്ങളും ഉപയോഗിക്കുന്നില്ല. പിന്നെ മിക്സിൻ്റെ ജാറെല്ലാം വെക്കുന്നില്ലേ, അപ്പോൾ അവിടെ കുറച്ച് കച്ചറായിട്ട് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഡെയിലി എടുക്കുന്നതല്ലേ. പിന്നെ ഇപ്പുറത്തെ ഒരു കബോർഡ് ഉണ്ട് മസാലയെല്ലാം വെക്കുന്നത്. അത് ഞാനിപ്പോൾ തൊട്ടിട്ടേ, കാരണം കബോർഡിലത്തെ മസാല എല്ലാം ഒന്ന് മാറ്റിയിട്ട് ആ ബോട്ടിലെല്ലാം കഴുകിയ ശേഷമേ ആ കബോർഡ് വൃത്തിയാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഈ ഒരു കബോർഡും കാര്യങ്ങളെല്ലാം ഒന്ന് മൊത്തത്തിൽ തുടച്ചെടുക്കുന്നുണ്ട്. കബോർഡ് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി മടിയുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ഒരുപാട് പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്ത് പിന്നെയും അത് അറേഞ്ച് ചെയ്തിട്ട് വെക്കുകയെന്ന് വെച്ചാൽ കുറച്ച് മടുപ്പ് തോന്നുന്നതും കുറച്ച് പണി മെനക്കേടുള്ളതുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തുടങ്ങാനുള്ള ഇച്ചിരി മടിയുണ്ടായിന്. പിന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പം അതൊന്ന് തീർത്ത് നല്ല ഒരു ഫിനിഷ് ആയിട്ടാകുമ്പം കാണുമ്പോൾ നമുക്കത് വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടാണ്. അപ്പം തുടങ്ങാനുള്ള ചെറിയൊരു മടി തോന്നിയിട്ടുണ്ടായിന്. പിന്നെ ഞാനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് നേരം നോക്കി നിന്ന്. നമ്മൾ സെറ്റാക്കിയ ശേഷം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്ത ശേഷം നമുക്കത് കാണുമ്പോൾ വല്ലാണ്ടൊരു സന്തോഷം ഉണ്ടാവലുണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്തിൽ ഞാൻ പിന്നെ ഈ മുകളിലത്തെ കബോർഡ് അറേഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോ കൂടി ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പിന്നെ എല്ലാവർക്കും ഇതിപ്പോൾ എല്ലാ ടൈമും ഒരുപോലെ ആവണമെന്നില്ല ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീട് നമുക്ക് എല്ലാവർക്കും ക്ലീൻ ആക്കി വെക്കാം, നല്ല വൃത്തിയിൽ എപ്പോഴും നീറ്റാക്കിയിട്ട് കൊണ്ടുപോകാമെന്നെല്ലാം ആഗ്രഹിക്കുന്ന ആളുണ്ടാവും. പക്ഷെ ചില സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ചില ആൾ വർക്കിന് പോകുന്നതായിരിക്കാം, ചിലപ്പോൾ മക്കളുള്ളവർക്ക് അവർ ആഗ്രഹിച്ച സമയത്തൊന്നും അത് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പം ഞാൻ തന്നെ കുഞ്ഞ് ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്ത ശേഷം നമുക്ക് കാണുമ്പോൾ അത് വല്ലാണ്ടൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ ചെയ്യാണ്ടിരിക്കുമ്പം അതൊരുമാതിരി നമുക്കൊരു ഇപ്പം നമ്മൾ അലമാര തന്നെ ഒന്ന് മടക്കി വെക്കാണ്ട് നമ്മൾ ഡ്രസ്സെല്ലാം ഇങ്ങനെ കൂട്ടി വലിച്ചാൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലേ. അതുപോലെ നമ്മൾ കിച്ചൺ കബോർഡ് നമ്മൾ ഡെയിലി എപ്പോഴും നമ്മൾ ഡെയിലി കയറുന്ന ഒരു സ്ഥലവും തന്നെ, പിന്നെ എപ്പോഴും നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലവും തന്നെയല്ലേ കിച്ചൺ. അപ്പോൾ അത് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ്. ഈ സമയത്ത് നമുക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മളെ വീടുകളിലൊക്കെ പുതിയ പുതിയ പാത്രങ്ങൾ നമ്മൾ ഉമ്മമാർ എടുത്ത് വെക്കുന്നതാണല്ലേ, വിരുന്നുകാർ വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ചോറ് വയ്ക്കാൻ തന്നെ നമുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണല്ലേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഞാനും കൂടുതലും കുറേ പാത്രങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ വീട്ടിൽ കുറച്ചാളല്ലല്ലോ, അപ്പം ആവശ്യമുള്ള പാത്രം മാത്രം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള പാത്രമെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് ഗസ്റ്റുകൾ മാത്രം വരുന്ന സമയത്ത് എടുക്കുന്നതല്ല, മറ്റേ നമ്മൾ ആവശ്യം ഉണ്ടാകുമ്പം എടുക്കും.
ആദ്യം വെക്കുന്ന സമയത്ത് പേപ്പർ വിരിക്കാൻ മറന്നു പോയിട്ടുണ്ടായിന്. പിന്നീട് ഞാൻ എല്ലാ സാധനങ്ങളിലും താഴച്ച ശേഷം പിന്നെ പേപ്പർ വിരിച്ച ശേഷം കേട്ടോ ഞാൻ പിന്നെ അത് ഒന്നും കൂടി അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് അത് ക്ലീൻ ആക്കാൻ പറ്റും. കാരണം പേപ്പറിലല്ലേ പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവല്. അപ്പോൾ അത് നമുക്ക് പൊടി തട്ടാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് മുഴുവനായിട്ടും ചെയ്യാനായിട്ടാണ് കരുതിയത്. പിന്നെ മുകളിലത്തെ ഭാഗം ചെയ്യുമ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരം ആവാറായിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളല്ലേ നമ്മുടെ കിച്ചണിൽ ഇത്രയും പാത്രങ്ങളുണ്ടെന്ന് നമുക്ക് വൃത്തിയാക്കുന്ന സമയത്തായിട്ടാണ് തോന്നൽ. കാരണം മനുഷ്യൻ്റെ എന്താ പറയുക ആയുസ് കൂടുന്തോറും വീട്ടിലത്തെ പാത്രം കൂടും അതുപോലെയാണ് കേട്ടോ. ആയുസ് കൂടുന്തോറും വീട്ടിലെ പാത്രങ്ങളും കൂടും. അപ്പം ഒരുപാട് പാത്രമുണ്ട്. അപ്പം ഞാൻ തന്നെ ഇന്ന് ഇത്രയും മുകളിൽ ഇത്രയും പാത്രം ഉണ്ടായിരുന്നു കരുതിപ്പോയിട്ടാണ്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ പാർട്ടായിട്ട് ചെയ്യാമെന്ന് കേട്ടോ കരുതുന്നത്. താഴത്തെയും മുകളിലത്തെയും. ഇപ്പം മുകളിലത്തെ ഞാനൊരു പാർട്ടായിട്ട് പിന്നെ താഴത്തെ കബോർഡ് വൃത്തിയാക്കുന്നത് വേറൊരു പാർട്ടായിട്ട് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളെ ക്ലീനിങ് പരിപാടിയെല്ലാം ഏകദേശം ഇവിടെ കയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നല്ല രീതിക്ക് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.